ഫുട്ബോൾ ലോകകപ്പിന്റെ വിസിൽ കേൾക്കാൻ കാത്തിരിക്കുകയാണ് കളിക്കളത്തിലും രാഷ്ട്രീയത്തിലും മുന്നേറ്റ നിരയിലുള്ള പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ ടീമിൽ സെന്റർ ഫോർവേഡ് ആയിരുന്ന ബഷീർ പിൽക്കാലത്ത് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും സെവൻസ് കളിക്കാൻ ബൂട്ട് കിട്ടി. ഫ്രാൻസാണ് പ്രിയ ടീം. എംബപ്പെ എന്ന് കേട്ടാൽ ബഷീർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. മുള്ളർ, മറഡോണ, മെസ്സി, നെയ്മർ, റൊണാൾഡോ എന്നൊക്കെ പേര് പറഞ്ഞാൽ ഓനൊക്കെ മലപ്പുറത്തെ ചെങ്ങാതിമാരല്ലേ എന്നാകും മന്ത്രി. കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനമായ മലപ്പുറം ഏറനാട് മണ്ഡലത്തിന്റെ MLA ആയ ബഷീർ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ 1973 ആദ്യമായി ലോകകപ്പ് TV-യിൽ കണ്ടു. പിന്നീട് 50 വർഷമായി ഒരു കളിയും വിട്ടില്ല. കഴിഞ്ഞ ലോകകപ്പ് ഖത്തറിൽ പോയി കണ്ടെന്ന് മാത്രമല്ല, വില കൂടിയ ഫുട്ബോൾ 4 എണ്ണം വാങ്ങി നാട്ടിലെ സ്കൂൾ ടീമിനെ സമ്മാനിക്കുകയും ചെയ്തു. ലീഗ് നേതാവും മുൻ ചീഫ് വിപ്പുമായ P. സീതി ഹാജിയുടെ മകനായ ബഷീറിന് പിതാവിന്റെ ഫുട്ബോൾ കമ്പവും നർവവും അതുപോലെ കൈവശമുണ്ട്. നിയമസഭാ സമ്മേളനം 4-5 ദിവസത്തേക്ക് ഒന്ന് മാറ്റിവെച്ചാൽ ഉപകാരമായി. എനിക്ക് ഖത്തറിലൊന്ന് പോണം, പറ്റുമല്ലോ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനോട് കഴിഞ്ഞ ലോകകപ്പ് വേളയിൽ ബഷീർ വിനീതമായി അപേക്ഷിച്ചത്. ഇത് പറയുമ്പോഴും മന്ത്രിക്ക് ചിരിയില്ല. ഏറനാടൻ വാമൊഴി വഴക്കത്തിൽ പ്രതിപക്ഷത്തിന് നേരെ നിയമസഭയിൽ 4 ടേമായി ഗോളടിക്കുന്ന ബഷീറിന്റെ വർത്തമാനത്തിലുമുണ്ട് മുന്നേറ്റ നിരയുടെ കുതിപ്പ്. ലോകകപ്പിൽ കാണാൻ ആഗ്രഹിക്കുന്ന കളികൾ നമ്മളെ കളിയെ ഫ്രാൻസിന്റെ കളി കാണുന്നുണ്ട്. പിന്നെ എംബപ്പയാണോ പ്രിയപ്പെട്ട താരം? പ്രിയപ്പെട്ട താരം. എന്താണ് എംബപ്പയുടെ പ്രത്യേകതയായിട്ട്? ഫാസ്റ്റ് അല്ലേ, ഏറ്റവും വലിയ മൂവിംഗ് റണ്ണിങ് ഷോട്ടിൽ അടിക്കും, ഏത് ആംഗിളിലും അടിക്കും, ഗോൾ അടിക്കും. പിന്നെ നല്ല എനർജറ്റിക് ആണല്ലോ, ചെറുപ്പമാണ്, പക്ഷെ നല്ല സുന്ദരമായ ഈ മറഡോണ കഴിഞ്ഞ ശേഷം നല്ല സുന്ദരമായ ഒരു ഫുട്ബോളറാണ് കളിയിൽ. മെസ്സി തന്നെയായിരിക്കും വീണ്ടും ക്യാപ്റ്റൻ ക്യാപ്റ്റനാണെങ്കിലും സന്തോഷമാണ്. പക്ഷെ പുതിയ താരങ്ങൾ വരണമല്ലോ. പുതിയ താരങ്ങൾ വരുമ്പോൾ ഫുട്ബോളിന്റെ അതിന്റെ ഒരു മനോഹാരിത ഉണ്ടാവുള്ളൂ. മുൻകാലങ്ങളിൽ നമുക്ക് പെലെ ഉണ്ടായിരുന്നു, യോഹാൻ ക്രൈഫ് ഉണ്ടായിരുന്നു, മുള്ളർ ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ ഒരുപാട് നല്ല നല്ല കളിക്കാരുണ്ടായിരുന്നു. പിന്നെ മറഡോണ വന്നു, ഒരു യുഗം അതായിരുന്നു. ഞാൻ 1986 അന്ന് ടെലിവിഷൻ കാലത്തൊക്കെ അന്ന് TV വാങ്ങിയിട്ട് കളി കണ്ട ആളാണ് വന്നൊക്കെ. അതേപോലെ 73 വേൾഡ് കപ്പ് ഞാൻ മദ്രാസ് സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് അവിടുത്തെ TV ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ യോഹാൻ ക്രൈഫിൻ്റെ കളി കണ്ട ആളാണ്. അത് ഞാൻ അതിൻ്റെ ചെറുപ്പം. നമുക്ക് ഫുട്ബോൾ ഒരു ഭ്രാന്താണ്. അപ്പോൾ നമ്മളേതാ സ്ട്രൈക്കർ? ഏത് പോസ്റ്റിലാണ്? ഞാൻ സെൻട്രൽ ഫോർവേഡ് ആയിരുന്നു. ഞാൻ ഒരുപാട് കാലം കളിച്ചിട്ടുണ്ട്. ഞാൻ 1988 പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നവരെ ഫുട്ബോൾ കളിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തും ഞാൻ സെവൻസ് കളിക്കാൻ പല ടീമിനെ വേണ്ടി പോകാറുണ്ടായിരുന്നു. നമ്മുടെ കൂടെ കളിച്ചവരിൽ ആരെങ്കിലും ടീം ഫുട്ബോൾ പ്രധാനപ്പെട്ട ടീമിലേക്ക് വരുമോ? അങ്ങനെ അല്ല അന്നത്തെ കാലങ്ങളിൽ കളിച്ചവരൊക്കെ പിന്നെ ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പക്ഷെ അന്ന് ഞങ്ങൾ ഈ മലപ്പുറത്ത് എന്നൊക്കെ സെവൻസ് എന്ന് പറഞ്ഞാൽ 80 ഒരു ഹര ഭയങ്കര പ്രാദേശികമായിട്ടുള്ള മത്സരങ്ങളാണ്. അന്ന് മൈസൂരിൽ നിന്ന് കൊണ്ടുവരും. അന്ന് ഈ ആർമി റിജനിലെ കളിക്കാർ നാട്ടിൽ അവരെ കളിപ്പിക്കും. അതുപോലെ തന്നെ ഈ കോഴിക്കോട് നാഗഞ്ചി ഫുട്ബോള്, അതുപോലെ തൃശ്ശൂർ ജക്കാളോസ്, ഇങ്ങനെയൊക്കെ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ ശക്തമായ മത്സരം തന്നെ. അന്ന് RAC ബിക്കാനീർ, ടാറ്റ സ്പോർട്സ് ക്ലബ്, ടാറ്റ ബോംബെ, മഫ്ദൽ ബോംബെ, ഗോവയിൽ നിന്ന് 6 ടീം ഉണ്ടായിരുന്നു. വാസ്കോ ഗോവെ, ഗോവെ, ഇങ്ങനെ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു. മകൻ സിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കളിക്കാരനായിരുന്നു. രാജസ്ഥാൻ ബിക്കാനിൻ്റെ നല്ല ഷാർപ്പ് ഷൂട്ടറായിരുന്നു. അന്ന് ഈ മകൻ സിംഗ് എന്നാണ് ഏറ്റവും ആരാധകർ കോഴിക്കോട് ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം. പിന്നീട് ഇങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സേവ്യർ പായസ്, നജിമുദ്ദീൻ, ഇവരൊക്കെ നല്ല സ്ട്രൈക്കർമാരും ഒക്കെ നല്ല കളിക്കാരായിരുന്നു. പിന്നെ മലപ്പുറം അസീസ് എന്നിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ക്യാപ്റ്റൻ മണി സന്തോഷ് ട്രോഫി എന്ന സമയത്ത് നല്ല ഹാഫായിരുന്നു. അങ്ങനെ ഒരു ബാക്കിൽ കളിക്കുന്ന ആൾക്കാരായിരുന്നു. അങ്ങനെ ടീമുണ്ടായിരുന്നു. സേതുമാധവ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വിക്ടർ മഞ്ഞില ഉണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല നല്ല കളിക്കാരുണ്ട്. അങ്ങനെ പേരെടുത്ത് വരുന്ന കളിക്കാരിപ്പോൾ ആയി വരുന്നില്ല, ഒക്കെ പ്രൊഫഷണലായി. ഈ ലോകകപ്പിൽ ഏതെങ്കിലും നേരിട്ട് കാണാനുള്ള ഒരു അവസരം? ഞാൻ കഴിഞ്ഞ ലോകകപ്പിൽ പോയല്ലോ. കഴിഞ്ഞ ലോകകപ്പിൽ ഞാൻ ക്വാർട്ടർ കണ്ടു. അതുപോലെ തന്നെ സൗദി അറേബ്യ അർജന്റീനയിലെ കളി കണ്ടു. പിന്നെ അർജന്റീന ഫ്രാൻസ് തമ്മിലെ കളി കണ്ടു. പിന്നെ ഫൈനൽ കണ്ടു. പിന്നെ മൊറോക്കോൻ്റെ കളി കണ്ടു. സെമി ഫൈനൽ കണ്ടു. അങ്ങനെ ഒരുപാട് കളിയുണ്ട്. അത് നിയമസഭ അടക്കുമ്പോൾ CM-നോട് നമ്മൾ പോയിട്ട് CM 4 ദിവസത്തിന് നിയമസഭ ഒന്ന് മാറ്റിച്ചാൽ തിരക്കിടില്ല പറയുമ്പോൾ നമുക്കന്ന് അങ്ങനെ VAC കൂടി സെമി ഫൈനൽ കാണാൻ സൗകര്യം കിട്ടി. പിതാവിന് ഇങ്ങനെ ഈ ഫുട്ബോളിലുള്ള ഭയങ്കര ഫുട്ബോൾ
താല്പര്യക്കാരനായിരുന്നു. അപ്പൊ കളി ഉണ്ടെങ്കിൽ എവിടെയും പോകും. അന്നൊക്കെ ഈ കോഴിക്കോടൊക്കെ പോകാറുണ്ട്. എല്ലാവരും കാറിൽ കൂട്ടിയ അംബാസഡർ കാറിൽ 5-8 ആൾ കൂടി പോയി അതിന് പോയി ഇരുന്ന് കാണും, അല്ലെങ്കിൽ ഗാലറിയിൽ ഇരിക്കും. ഫുട്ബോൾ ഒരു ആരായിരുന്നു. ഫുട്ബോൾ നമുക്കൊക്കെ ഒരു ആരാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ പുതിയ യൂറോപ്യൻ കപ്പും ആഫ്രിക്കൻ കപ്പും ഇതൊക്കെ വന്നപ്പോഴേ എല്ലാവർക്കും ചാനൽ TV ചാനലൊക്കെ ആകുമ്പോൾ ഏത് കളി വന്നിട്ട്, എന്നാലും പ്രാദേശിക എല്ലാ കളികളുണ്ട് സെവൻസ്. അതിപ്പോഴും നാട്ടിൽ നല്ല ഹരാണ്. ഇപ്പൊ ഒരു മാറ്റം എന്ന് വെച്ചാൽ അപ്പോൾ സ്ത്രീകൾ വരെ വനിതകൾ വരെ കളി കാണാൻ വരുന്ന ഒരു അവസ്ഥ എത്തി. ഗാലറിയിൽ കളി കാണുന്ന ഒരു മാറ്റം ഉണ്ടായി. കഴിഞ്ഞ ലോകകപ്പ് 2 റഫറിമാർ വനിതകളുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടില് മലബാറില് ഫുട്ബോൾ കാണാൻ സ്ത്രീകൾ ഗാലറി ഉണ്ട്. ഇപ്പൊ അമേരിക്കയിലല്ലേ, പിന്നെ 3 രാജ്യത്തിൽ ഫുട്ബോളായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ അമേരിക്കയിലേക്ക് പോയിട്ട് അമേരിക്കയിൽ നിന്ന് 3000 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക്, പിന്നെ അപ്പുറത്ത് കനഡയ്ക്ക് 2000 കിലോമീറ്റർ അപ്പുറത്ത്. ഞങ്ങൾ അതിന്റെ ഏറ്റവും മനോഹരിത ഉണ്ടായത് ഒരു ചെറിയ രാജ്യത്ത് 45 കിലോമീറ്റർ ചുറ്റളവിൽ വേൾഡ് കപ്പ് നടന്നത് നമുക്കൊക്കെ ഒരു മാതൃകയായത് ഖത്തറാണ്. ഒരു ചെലവുമില്ല. ഒരു യാത്രക്ക് മെട്രോയിൽ കയറിയാൽ ഫ്രീ. നമ്മൾ ടിക്കറ്റ് ഉണ്ടായാൽ മതി. വളരെ സുരക്ഷിതമായി വളരെ തിക്കും തിരക്കില്ലാതെ കളി കാണാൻ പറ്റുന്ന ഒരവസ്ഥ. അതിൽ ഖത്തറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അത് ഏഷ്യൻ രാജ്യങ്ങൾക്കാണ് അതിന്റെ ഏഷ്യയിൽ ഖത്തറിനാണ് അതിന്റെ ഒക്കെ ഉണ്ടായത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കളി നടക്കുകയാണെങ്കിൽ ഒന്ന് ഡൽഹിയിലായിരിക്കും, ഒന്ന് ബോംബെയിലായിരിക്കും, ഒന്ന് ചെന്നൈയിലായിരിക്കും, ഒന്ന് തിരുവനന്തപുരത്തായിരിക്കും, അല്ലേ, അല്ലെങ്കിൽ ഒന്ന് ആസാമിലെ ഗുജറാത്തിലായിരിക്കും. നേരെ ഖത്തർ എന്ന ദോഹയിലോട്ട് ഇറങ്ങി ദോഹയിലെ 45 കിലോമീറ്റർ ഇടയിലാണ് ആ 14 സ്റ്റേഡിയം ഉണ്ടായിരുന്നത്. അതാണ് ഖത്തറിലെ. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കുറയും. ഒരു കളി കാണാൻ പോകുന്ന ആളുകൾക്ക് വളരെ എക്സ്പെൻസ് കുറയും. ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്, ഒരു അക്കോമഡേഷൻ അത്ര മതി. മറ്റു നമ്മൾ എത്ര ചിലവ്. അതാണ് ഖത്തർ ലോകകപ്പിൽ വെച്ചത്. അമേരിക്കക്ക് അപ്പോൾ പോകുന്നില്ല. ഈ കളിയിൽ ഏറ്റവും ടെൻഷൻ അടിക്കുന്ന കോർണർ കിക്ക് വരുമ്പോഴാണ്. അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു കോർണർ കിക്ക് ആരെങ്കിലും എടുത്തായിട്ട്? അത് ഞാൻ പറഞ്ഞു. അത് അന്ന് നമ്മുടെ 11s ഫുട്ബോൾ കോഴിക്കോട് നാഗജില്ലൊക്കെ നോക്കുമ്പോൾ ഏത് കോർണർ കിക്കിലും ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുന്ന ആളായിരുന്നു മകൻസിന്, RSC ബിക്കാനിയർക്ക്. അതേപോലെ നമ്മളെ സേവ് ബോയ്സ് സിസർ കട്ട് എടുത്തിട്ട് ഗോൾ അടിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ഒക്കെ ഇല്ല. അങ്ങനെ ചില അപൂർവം ചില ആളുകളുണ്ട്. അതേ ഞാൻ പറഞ്ഞ എംബാപ്പെ ഒരു കളിയിൽ അതേപോലെ സിസർ കട്ട് അടിച്ചിട്ട് ക്രോസ് ബാർ തട്ടിയിട്ട് ബക്കാമിന്റെ കളി. ബക്കാം നല്ല കളിയാണ്. ഇംഗ്ലണ്ടിന്റെ നല്ല കളിയാണ്. ഇംഗ്ലണ്ട് നിർഭാഗ്യ ടീമാണ്. എത്രയും നല്ല ടീം വന്നാലും പ്രീ ക്വാർട്ടർ ആകുമ്പോഴേക്കും പുറത്തു പോകും. അല്ലേ, അവരെ ആരാധകർ കുറച്ച് ഈ ജർമ്മൻ എഞ്ചിനീയറിംഗ് പോലെ ജർമ്മൻ ഫുട്ബോൾ ടീമിനെ കുറിച്ച് പറയാറുണ്ട്. ജർമ്മൻ ഫുട്ബോൾ ടീം എന്ന് വെച്ചാൽ നല്ല മുള്ളറ് ഒക്കെ ഉണ്ടായത്. അവിടെ ഫാസ്റ്റ് ഗെയിമാണ്, ഫാസ്റ്റാണ്. ഈ അവരെ ഫുട്ബോളിൽ വെച്ചെന്ന് വെച്ചാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് പെട്ടെന്ന് അപ്പുറത്തിന്റെ ഗോൾ പോസ്റ്റിൽ എത്തും. അവർ നല്ല ഫാസ്റ്റ് ഗെയിമാണ്, ലോങ് പാസ്സാണ്. അതാണ് ജർമ്മൻ ഫുട്ബോളിൽ. ഒരു കാലത്ത് ജർമ്മൻകാരായിരുന്നല്ലോ. പിന്നെ അവര് അതുപോലെ തന്നെ ഫുട്ബോളുകൾ എവിടെയെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ജബുലാനി ബ്രസീലിലെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫുട്ബോളായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഫുട്ബോൾ പേരുള്ള അങ്ങനെ ശേഖരം? ആകെ പ്രാവശ്യം ഖത്തർ പോയപ്പോൾ കുറച്ച് ഫുട്ബോൾ വാങ്ങിയിരുന്നു. അത് നാട്ടിൽ സ്കൂൾ ക്ലബ്ബുകാർക്ക് അങ്ങനെ കൊടുത്തു. പിന്നെ ഭയങ്കര കോസ്റ്റാണ്. അവിടുത്തെ ഫുട്ബോൾ നമ്മൾ വാങ്ങുമ്പോൾ 4000 രൂപ 5000 രൂപ കോസ്റ്റ് വരും. നല്ലത് അതിന്റെ ഒറിജിനൽ ഫീഫന്റെ ഇത് കിട്ടും. അപ്പൊ 5-6 ഫുട്ബോളൊക്കെ വാങ്ങും. അതിൽ നമ്മൾ ഏറ്റവും നന്നായി കളിക്കുന്ന ഫുട്ബോൾ ടീം ഉണ്ടാവും സ്കൂളിന്റെ, അവർക്കും അങ്ങനെ കൊടുക്കും. കാരണം ഈ ലോകകപ്പ് കാണാനുള്ള എന്തെങ്കിലും ഇല്ല. മന്ത്രിയായി, പിന്നെ ജൂൺ ജൂലൈ അസംബ്ലിയാണ്. പിന്നെ ഇപ്പം അമേരിക്കക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല ഇപ്പോഴത്തെ സാഹചര്യം. നമ്മുടെ ഈ ലോകകപ്പിനെ കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഏത് ടീമുകളിലേക്ക് സെമി ഫൈനൽ അങ്ങനെയൊക്കെ പ്രതീക്ഷയുണ്ടോ? അങ്ങനെ പ്രതീക്ഷ. ബ്രസീല്, അർജന്റീന പുതിയ കറുത്ത കുതിരകൾ വരണം. ആഫ്രിക്കയിൽ നിന്നുള്ള ടീമുകൾ വരണം. ആഫ്രിക്കൻ ഫുട്ബോളാണ് ഏറ്റവും നല്ല മനോഹരമായ കളി. അവിടെ നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ഫുട്ബോൾ കളിയായിട്ടുള്ള ഒരു താരതമ്യമുണ്ട്. കാമറൂണിൻ്റെ കളി ഒക്കെ നമ്മൾ പണ്ട് കാമറൂൺ, ടുണീഷ്യ ഇവരൊക്കെ നല്ല ടീമായിരുന്നു. അപ്പോൾ സന്തോഷം.